എപ്പിസോഡിന്റെ ഓപ്പണിംഗിൽ നമ്മുടെ ബുൽമയുടെ ലാഭായിരിക്കും കാണിക്കുക. ബുൽമയുടെ പപ്പയാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടി ഉറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം തൊട്ടടുത്ത് ബുൽമയാണെങ്കിൽ സിസ്റ്റത്തിൽ എങ്ങനെയെങ്കിലും ഡോക്ടർ ജിറോയുടെ ആ ഒരു ആൻഡ്രോയിഡിന്റെ സിസ്റ്റംസ് സീക്രട്സ് മനസ്സിലാക്കാനായിട്ട് കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ പപ്പയാണെങ്കിൽ ബുൽമയോട് ചോദിക്കും, എന്തെങ്കിലും അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റിയോ? അതിന് അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇല്ല, ഡോക്ടർ ജിറോ ആൾ ശരിക്കും ഒരു ജീനിയസ് ആണ്. ഇതിലൊരു ലൂപ്പ് ഹോൾ പോലും ഇല്ല. എനിക്ക് അവന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ഇതിലൂടെ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കൈകൊണ്ട് ആ കീബോർഡിൽ ആഞ്ഞടിക്കും. ആ ശബ്ദം കേട്ട് അവളുടെ കുഞ്ഞാണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് കരയാനായിട്ട് തുടങ്ങും. ഉടനെ കരഞ്ഞുകൊണ്ട് അവൾ അവളുടെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും. ഇവിടെ പപ്പയാണെങ്കിൽ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇപ്പൊ താരാട്ട് പാടി ഉറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ 17 ആൻഡ്രോയിഡ് അവനാണെങ്കിൽ ഹായി ആയിട്ട് നിൽക്കും. നിന്റെ കളി അത് ഇനി അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് നിനക്ക് നല്ലത്. അത്തുകെട്ട് പിക്കലോ ആണെങ്കിൽ ഒരുപാട് പവറുകൾ അവന്റെ നേർക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ഓരോ പവറിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. കൺട്രോൾ പോയ പിക്കലോ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അവന്റെ നേർക്ക് ആഞ്ഞടിക്കും. 17 ആണെങ്കിൽ എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അതിനെ പ്രതിരോധിച്ച് ദൂരേക്ക് അങ്ങനെ തട്ടി നീക്കുകയാണ്. അതങ്ങനെ ദൂരേക്ക് പോയി പൊട്ടിത്തെറിക്കും. പിക്കലോ ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഓനോ, എന്റെ അത്രയും വലിയ പവർ അതവൻ ടോച്ച് ചെയ്തു അല്ലേ? ഇവിടെ ആ ഒരു 17 ആണെങ്കിൽ പിക്കലോട് പറയും, വാവ്, സമ്മതിച്ചു, നീ എന്നെ പോലുള്ള ഒരു സൂപ്പർ നമുക്കൻ തന്നെയാണ്. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവർ കടലിനുള്ളിലേക്ക് പോയി അവിടുന്ന് ഫൈറ്റ് ചെയ്ത് മുകളിലേക്ക് വരും. ഇവിടെ നമ്പർ 18 ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അതിന് 17 പറയും, ഇപ്പോഴാണ് എനിക്കൊരു നല്ല പോരാളിയെ കിട്ടിയത്. എനിക്കറിയാം നിനക്കിത് കണ്ടിട്ട് കുറച്ച് അസൂയൊക്കെ തോന്നുന്നുണ്ടല്ലേ. തൽക്കാലം ഇവനുമായിട്ടുള്ള ഫൈറ്റ് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ വീണ്ടും ഒരുപാട് പവറുകൾ അവന്റെ നേർക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അതിനവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓനോ, നിന്നോട് ഞാൻ തവണ പറഞ്ഞു നിന്റെ ഈ പവർ എന്നിൽ യാതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. നിനക്കിതല്ലാതെ മറ്റൊരു അറ്റാക്കിംഗ് മെത്തേഡും അറിയില്ലെന്ന് ചോദിച്ച് ഒരു 17 ആണെങ്കിൽ ഇപ്പൊ പിക്കലോയെ കളിയാക്കി സംസാരിക്കും. പക്ഷെ അല്പസമയം കഴിയുമ്പോഴായിരിക്കും ആ ട്വിസ്റ്റ് അവൻ തിരിച്ചറിയുക. ആക്ച്വലി പിക്കലോ ക്രിയേറ്റ് ചെയ്ത ആ അറ്റാക്കുകളെല്ലാം തന്നെ അവനെ മുഴുവനായിട്ടും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ ചുറ്റും നോക്കും. ആ പവറുകളെല്ലാം അവനെ അനങ്ങാൻ കഴിയാതെ ഒരു സ്ഥലത്തങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ ടെറർ അടിച്ചിരിക്കും. എന്തുപറ്റി നമ്പർ 17, നീ പകച്ചു പോയോ? നിന്റെ ശരിക്കുള്ള പവർ കാണാൻ എനിക്ക് യോഗമില്ല. എന്റെ പവർ കാണാൻ നിനക്കാണിപ്പോൾ യോഗം എന്ന് പറഞ്ഞ് അവൻ ആ പവർ മുഴുവൻ അവന്റെ നേർക്ക് ആഞ്ഞടുപ്പിക്കും. പിക്കലോ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ പവറുകളെല്ലാം തന്നെ കൂട്ടമായിട്ട് അവന്റെ നേർക്ക് ആഞ്ഞു വന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അതിന്റെ ശക്തിയിൽ ഇവിടെ നമ്മുടെ ആൾക്കാർ എന്ന വീട് പോലും കിടുങ്ങി വിറക്കാനായിട്ട് തുടങ്ങും. എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. 16 18 ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങനെ നിൽക്കും. ഇവിടെ പിക്കലോ ആണെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാൻ സ്കൈയിലേക്ക് തന്നെ നോക്കുമ്പോഴായിരിക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു നമ്പർ 17 അവന് ചുറ്റും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരിക. പിക്കലോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഡബിൾ ഷോക്ക്. ഓ, നീ ബുദ്ധിപരമായി നീങ്ങിയല്ലേ. നമ്പർ 17 ആണെങ്കിൽ വീണ്ടും പിക്കലോയെ കളിയാക്കും. നിന്റെ പെർഫോമൻസ് നന്നായിരുന്നു, പക്ഷെ നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. നിനക്ക് മരിക്കാനായിട്ട് അത്ര ആഗ്രഹമാണെങ്കിൽ എന്നോടൊപ്പം സ്ഥലത്തേക്ക് വായോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അതിന് തൊട്ടു പിന്നാലെ പിക്കലോയും അവന്റെ പുറകെ പോകും. ഇത് വീണ്ടും ആ മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ വലിയൊരു ഓഫീസിലേക്ക് വന്ന് അവിടെയുള്ളവരുടെ പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അടുത്ത നിമിഷം പിക്കലോടെയും മറ്റൊരു പവറും അവൻ സെൻസ് ചെയ്യും. പിക്കലോ, നീ തന്നെ എനിക്ക് അവരെ കാണിച്ചു തന്നു. 17 18 16 നീ കണ്ടെത്തിയല്ലേ. എത്രയും വേഗം ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് അവരുടെ പവർ അബ്സോർബ് ചെയ്ത് എന്റെ പൂർണ്ണ രൂപത്തിലേക്ക് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ ആ ഡയറക്ഷൻ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ 17 ആണെങ്കിൽ പിക്കലോട് പറയും, നിനക്ക് നല്ല പവറുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്റെ ശത്രു നീയല്ല, മറിച്ച് എനിക്ക് ആവശ്യം ഗോക്കുവിനെയാണ്. അവൻ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഇനിയൊരു ഫൈറ്റ് നിൽക്കാതെ ഞാൻ ഇവിടുന്ന് പോവാം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് പിക്കലോ ഞാൻ നിന്നെ ഇല്ലാതാക്കും. പിക്കലോ ആണെങ്കിൽ അത് അടിച്ചിരിക്കും. നീ എന്നെ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഫൈറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. വീണ്ടും അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇവിടെ 17 ആണെങ്കിൽ പിക്കലോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പിക്കലോ നൈസായിട്ട് ആ ഒരു പഞ്ച് ബ്ലോക്ക് ചെയ്ത് പുറകിലേക്ക് ചാടി വന്ന് ഹായ് ആയിട്ട് നിൽക്കും. അതിനുശേഷം അവനോട് പറയും, നിനക്ക് നല്ല വേഗതയുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ വേഗത കൊണ്ട് പവറിനെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. രണ്ടുപേരും വീണ്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ വോൾക്കാനയിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആ വോൾക്കാനോ തകർന്ന് അതിൽ നിന്ന് ലാവയാണെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. 18 16 ഇപ്പോഴാണ് ആ ഫൈറ്റിന്റെ യഥാർത്ഥ കണ്ടീഷൻ അത് മനസ്സിലാവുക. 17, നീ ഇത്രയധികം പവർ എടുത്താണോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരും ആ ഒരു ഫൈറ്റിന്റെ ഇമ്പാക്ട് അത് മനസ്സിലാക്കി ഭയത്തോടു കൂടെ നിൽക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, നമ്മൾ ഭയപ്പെട്ട് സംഭവിച്ചു. 17 18 പിക്കലോയെയും ആ ഒരു മോൺസ്റ്റർ മനസ്സിലാക്കി അവനിപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അവൻ 17 18 സ്വന്തമാക്കി കഴിഞ്ഞാൽ അവൻ അവൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോകാനായിട്ട് കഴിയും. പിന്നെ ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും, ആ ഒരു മോൺസ്റ്റർ ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 17ഉം പിക്കലോയും അവർ രണ്ടുപേരും മുകളിലേക്ക് ചാടി വരും. പിക്കലോ ആണെങ്കിൽ കൈയും ചുരുട്ടി 17നെ ആഞ്ഞടിക്കും. ആ ഒരു അടി കിട്ടി അവൻ കടലിന് അടിത്തട്ടിലേക്ക് അങ്ങനെ തെറിച്ചു പോയി വീഴും. കട്ട് ചെയ്ത ഗോകുവിനെയും ഗോഹാനെയും കാണിക്കും. സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരും മനസ്സിലാക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഗോഹാനോട് പറയും, ആ മോൺസ്റ്റർ 17ന്റെ 18ന്റെ ലൊക്കേഷൻ അത് മനസ്സിലാക്കി കഴിഞ്ഞു. പിക്കലോയുടെ മുൻപിൽ ഇനി കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവന് തകർക്കാൻ കഴിഞ്ഞ മോൺസ്റ്ററിനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അവൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ അത് സാധ്യമാക്കും. മോൺസ്റ്റർ ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. യെസ്, ഞാൻ ആഗ്രഹിച്ച ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. ഇത്രയും കാലവും ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ പൂർത്തിയാകാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയും. അതേസമയം കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയ നമ്പർ 17 അവൻ വലിയൊരു പവർ ഇപ്പോൾ പിക്കലോക്ക് നേരെ അയക്കും. പിക്കലോ ആണെങ്കിൽ അതവൻ്റെ മുഴുവൻ എഫേർട്ട് ഉപയോഗിച്ച് പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതങ്ങനെ മുകളിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കും. അതിനുശേഷം അവനാണെങ്കിൽ കടലിന് പുറത്തേക്ക് വന്ന് വീണ്ടും പിക്കലോയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവരങ്ങനെ പഞ്ച് ചെയ്ത് ദൂരേക്ക് പോവും. നമ്പർ 18 ആണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഇവൻ ശരിക്കും ഒരു വിഡ്ഢിയാണെന്ന് പറഞ്ഞ് 18ഉം 16ഉം അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ പിന്നാലെ പോവാണ്. കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പന ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ പാനിക്കാവും. മാസ്റ്റർ റോഷിയാണെങ്കിൽ അവരോട് പറയും, ആ ഒരു മോൺസ്റ്റർ ഇവിടേക്ക് എത്താൻ ഒട്ടും സമയം ബാക്കിയില്ല. അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ വന്ന ആർക്കും അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ അത് കേട്ട് പറയും, ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്ത് ചെയ്യണമെന്നാണ് നമുക്കറിയാത്തത്. അപ്പോഴായിരിക്കും ചീച്ചി അവൾ ഓടി വരിക. അവളാണെങ്കിൽ ബുൽമ കോൾ ചെയ്യുന്നുള്ള കാര്യം ഇപ്പൊ മൊട്ടപ്പനോട് പറയും. മൊട്ടപ്പൻ ഓടി വന്ന് ആ കോള് അത് അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബുൽമ അവനോട് പറയും, ഞാൻ 17ന്റെ 18ന്റെ ലിമിറ്റേഷൻ അത് കണ്ടെത്തി. അവരുടെ ബ്രെയിനിൽ ഒരു പ്രത്യേകതരം ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുപയോഗിച്ച് എമർജൻസി ആയിട്ട് അവരെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ആ ഡിവൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപയോഗിച്ച് നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നും. അതേസമയം ഭയവും. ബുൽമ, ഇവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ആ മോൺസ്റ്റർ ഓൾറെഡി അവരെവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞു. പിക്കലോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് നേരം നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. നീ എത്രയും വേഗം ആ ഡിവൈസ് അത് ഇവിടേക്ക് എത്തിച്ചു തരണം. അതിന് ബുൽമയാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അത് എത്തിക്കാനുള്ള മാർഗ്ഗം സ്വീകരിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ നമ്പർ 18 അവനെ കിസ് ചെയ്ത് ഓർമ്മ വരും. അവനാണെങ്കിൽ അതിൽ ലയിച്ച് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗോഹാൻ അവനാണെങ്കിൽ ഗോകുവിനോട് പറയും, മോൺസ്റ്റർ സെല്ല് അവനിപ്പോ പിക്കലോയെ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഗോകുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ വെജീറ്റ അവൻ ഇതുവരെ പുറത്തേക്ക് എത്തിയിട്ടില്ല. ആക്ച്വലി അവന്റെ ട്രെയിനിങ് അത് അവസാനിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. വെജീറ്റ വേഗം പുറത്തേക്ക് വായോ, പിക്കലോയ്ക്ക് ഇപ്പോ നിന്റെ സഹായം ആവശ്യമാണ്. ലേറ്റായി പുറത്തേക്ക് വന്നാൽ പിന്നീട് എല്ലാം കയ്യിൽ നിന്ന് പോവും. നമുക്ക് ഭൂമിയെ തിരികെ പിടിക്കാനായിട്ട് കഴിയില്ല. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കാണിക്കും നമ്പർ 17ഉം പിക്കലോയും അവർ നിർത്താതെ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്പർ 17 ആണെങ്കിൽ പിക്കലോടെ കാലിൽ പിടിച്ചുയർത്തി അവനെ അങ്ങനെ ഓറഞ്ചും നിലത്താഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. പിക്കലോ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവൻ കറങ്ങി തിരിഞ്ഞു വന്ന് 17നെ പഞ്ച് ചെയ്യും. 17 ആണെങ്കിൽ പിക്കലോയെ പഞ്ച് ചെയ്യും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ല ഫോഴ്സിൽ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് നേരത്തെ പോരാട്ടത്തിന് ശേഷം രണ്ടുപേരും ഭൂമിയിൽ കാലുകുത്തിയിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. അതുകൊണ്ട് നമ്പർ 17 പറയും, അതെ നീ ഇപ്പൊ ടയർഡായിരിക്കുകയാണ്, അപ്പോൾ നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്, എനിക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ശ്വാസം വലിച്ചു വിട്ട് ടേൺ ചെയ്യും. അപ്പോൾ അവൻ കാണും അവൻ്റെ അടുത്തായിട്ട് ആ സെല്ല്. പിക്കലോ ആണെങ്കിൽ അവനെ കണ്ട് ഞെട്ടും. മാത്രമല്ല ഇവിടെ ആൻഡ്രോയിഡ്സും അവനെ കണ്ട് ഭയപ്പെടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.